ബജറ്റ് കഴിഞ്ഞ ആശങ്കയിലിരുന്ന സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം. 8ാം ശമ്പള കമ്മീഷന് മുന്നിൽ ജീവനക്കാരുടെ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നത്. എന്നാൽ അതിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും ആശ്രിത നിയമനം ലഭിച്ച ഒരു പ്രത്യേക വിഭാഗം ജീവനക്കാർക്ക് പഴയ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ച് സർക്കാർ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 8ാം ശമ്പള കമ്മീഷന് മുന്നിൽ ജീവനക്കാരുടെ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നത്. പൊതുവായി പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെങ്കിലും ആശ്രിത നിയമനം അഥവാ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സ് ലഭിച്ച ഒരു പ്രത്യേക വിഭാഗം ജീവനക്കാർക്ക് പഴയ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ച് സർക്കാർ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് 2026 ജൂൺ 22 പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത്. 2004 ജനുവരി 1 ശേഷം ആശ്രിത നിയമനം ലഭിച്ച ചില ജീവനക്കാരുടെ അപേക്ഷകൾ NPS നിലവിൽ വരുന്നതിന് മുമ്പാണ് സമർപ്പിച്ചിരുന്നതെങ്കിൽ അവരെ പഴയ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ പരിഗണിക്കാവുന്നതാണെന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. വർഷങ്ങളായി തന്നെ തങ്ങളുടെ പെൻഷൻ പദവിയെക്കുറിച്ച് കൃത്യത തേടിയിരുന്ന ജീവനക്കാർക്ക് ഈ നീക്കം വലിയ ആശ്വാസമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പഴയ പെൻഷൻ പദ്ധതിക്ക് കീഴിലുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിന് യഥാർത്ഥ നിയമന തീയതിയല്ല, മറിച്ച് ആശ്രിത നിയമനത്തിനായി അപേക്ഷ സമർപ്പിച്ച തീയതിയാണ് പ്രധാന മാനദണ്ഡമായി കണക്കാക്കേണ്ടതെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം 2003 ഡിസംബർ 31 അതിനു മുമ്പോ ആശ്രിത നിയമനത്തിനായി അപേക്ഷ സമർപ്പിക്കുകയും ആ സമയത്ത് യോഗ്യത നേടുകയും ചെയ്ത കുടുംബാംഗങ്ങളെ ഇനി മുതൽ സെൻട്രൽ സിവിൽ സർവീസസ് ചട്ടങ്ങൾക്ക് കീഴിൽ പരിഗണിക്കാൻ സാധിക്കും. നാഷണൽ പെൻഷൻ സിസ്റ്റം 2004 ജനുവരി 1 നിലവിൽ വരുന്നതിന് മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കുകയും എന്നാൽ ഭരണപരമായ താമസം കാരണം പിന്നീട് നിയമനം ലഭിക്കുകയും ചെയ്ത കേസുകളിലെ തർക്കങ്ങൾക്കാണ് ഈ വ്യക്തതയിലൂടെ ഇപ്പോൾ പരിഹാരമാകുന്നത്. ഇതുവരെ ഇത്തരം ജീവനക്കാരുടെ യഥാർത്ഥ നിയമന തീയതി NPS കട്ട് ഓഫ് തീയതികൾക്ക് ശേഷമായിരുന്നതിനാൽ അവർ പഴയ പെൻഷൻ പദ്ധതിക്ക് പുറത്തായിരുന്നു. 2004 ജനുവരി 1 മുമ്പ് അപേക്ഷകൾ സമർപ്പിച്ച ആശ്രിത നിയമനം ലഭിച്ച ഒരു വിഭാഗം ജീവനക്കാർക്ക് ഈ തീരുമാനം ഗുണം ചെയ്യും. ജോലിയിലിരിക്കെ മരണപ്പെടുകയോ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് വിരമിക്കുകയോ ചെയ്ത സർക്കാർ ജീവനക്കാരുടെ അർഹരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ആശ്രിത നിയമനം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.